നമസ്കാരം. കേരള സമ്മിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്രമായ പരിഷ്കാരം ലക്ഷ്യമിട്ട് സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി സമ്പൂർണ്ണമായ അഴിച്ചുപണിക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിലെ 4 സ്ട്രീമുകളെ ഉടച്ചുവാർത്ത് 2 ചുരുക്കണം എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്. അങ്ങേയറ്റം സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അവർ ശുപാർശ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകളും ഈ മേഖലയിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം പരിശോധിക്കുകയാണ് കേരള സമ്മിറ്റ് ഇന്ന്. പ്രധാനമായും 3 ചോദ്യങ്ങളിലൂന്നിയാണ് നമ്മുടെ ചർച്ച. ഈ വിദഗ്ധ സമിതി സർക്കാരിന് മുൻപിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എത്രത്തോളം കാലികവും ശാസ്ത്രീയവുമാണ്? മറ്റൊന്ന്, ഇത്തരമൊരു ശുപാർശ നടപ്പിലാക്കുക എന്നത് എത്രത്തോളം സങ്കീർണമാണ്, എത്രത്തോളം വേഗതയിൽ അത് പൂർത്തിയാക്കാൻ കഴിയും? മറ്റൊന്ന്, വിദ്യാഭ്യാസ രംഗത്തെ നിരന്തരമായ പരിഷ്കാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് മൂല്യാധിഷ്ഠിതമായ മുന്നേറ്റം സാധ്യമാക്കി തന്നിട്ടുണ്ടോ എന്നതാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ കെ ശിവദാസൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രതിനിധി; ശ്രീ വി അജിത് കുമാർ, KPSTA പ്രതിനിധി; ശ്രീ നിസാർ ചേലേരി, കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന്റെ പ്രതിനിധി; ശ്രീ മുജീബ് റഹ്മാൻ P, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ; ഒപ്പം ശ്രീ EM രാധാകൃഷ്ണൻ, KSTA പ്രതിനിധി. ഈ രംഗത്തെ ഒരു കൂട്ടം പ്രേക്ഷകരും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ന് ഒപ്പം ചേരുന്നു. ആദ്യം ശ്രീ മുജീബ് റഹ്മാൻ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാന്ന് തോന്നുന്നു ഒരുപക്ഷെ ആദ്യം ഇതിനകത്തൊരു പ്രതിഷേധം ഉയർന്നു വന്ന് കണ്ടത്. എന്തുകൊണ്ടാണ് സമഗ്രമായ പരിഷ്കാരം, കാലികമായ ഒന്ന് എന്ന പേരിൽ വിദഗ്ധ സമിതി അവതരിപ്പിക്കുന്ന ഒന്ന്, അതിനെ എതിർക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ നടന്നിരിക്കുന്നത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു അജണ്ടയുടെ നടപ്പിൽ വരുത്തൽ മാത്രമായി റിപ്പോർട്ട് മാറുകയാണ്. പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധ സമിതികളുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായമോ ഒന്നും സ്വീകരിക്കാതിരിക്കുകയും മറിച്ച് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ അജണ്ടകളിൽ ഊന്നിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നിലവിൽ തന്നെ ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് അവിടെയുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് സ്വതന്ത്രമായ ജനാധിപത്യപരമായ എല്ലാ ചർച്ചകളും നടത്തി അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. ഇത് നേരത്തെ KSTA വെച്ചിരിക്കുന്ന ഒരു വിദഗ്ധ സമിതി എന്ന് പറയുന്ന ഇതിൽ തന്നെ പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ ചട്ടം മാറ്റി ഒരു ഗവൺമെൻറ് റിപ്പോർട്ടാക്കി അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിദഗ്ധ സമിതിയുടെ പഠനമോ അല്ലെങ്കിൽ അതിനനുസൃതമായ ഡിസ്കഷൻ അതിലുണ്ടായിട്ടില്ല എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ കുറ്റപ്പെടുത്തൽ. നമുക്ക് തൽക്കാലത്തേക്ക് അത് മാറ്റി നിർത്തിയാൽ ഇതിന് ആശയപരമായി ഇതിന് മെറിറ്റിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാമോ? വിദ്യാഭ്യാസ മേഖല ലോകത്തിലെ എല്ലാ മേഖലകളും ഡീസെൻട്രലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല 2 തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ക്രിയേറ്റ് ചെയ്തു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മറ്റൊന്നായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ലോകത്തിലെ എല്ലാ മേഖലകളും ഡീസെൻട്രലൈസേഷൻ, പ്രത്യേകിച്ച് ഓട്ടോണമസ് കോളേജുകൾ, ഓട്ടോണമസ് വിദ്യാഭ്യാസ ബോഡിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഇതെല്ലാം കൂടെ ഒന്നാക്കണം എന്ന് പറയുന്നത് അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ്, അപ്രായോഗികം കൂടിയാണ്. ഇതെങ്ങനെ നടപ്പിൽ വരുന്നു നമുക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെയുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് ഈ സിസ്റ്റം നടപ്പിലായിരുത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും സാധിക്കുന്ന സംവിധാനമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു പരിഷ്കരിക്കലും ലയിപ്പിക്കലും ഏകീകരിക്കലും അല്ല, മറിച്ച് KSTA വൽക്കരിക്കലാണ്. EM രാധാകൃഷ്ണൻ, ഇത് KSTA താല്പര്യം നടപ്പിലാക്കാനുള്ള പരിപാടികളിൽ ഒന്നാണ് എന്ന വിമർശനം ഉന്നയിക്കുകയാണ് അവർ. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായോ കാലികമായോ എന്തെങ്കിലും ഇതിലൊന്നില്ല എന്നാണ്. വിദ്യാഭ്യാസം കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ KSTA നിലപാട് വളരെ കൃത്യമാണ്. അത് പ്രൈമറി ക്ലാസ്, ഹൈസ്കൂൾ ക്ലാസ്, ഹയർ സെക്കൻഡറി ക്ലാസ്, ഏത് ക്ലാസ് ആണെങ്കിലും കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടികളെ കണ്ടുകൊണ്ട് സമഗ്രമായുള്ളൊരു പരിഷ്കാരം KSTA പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. അതുകൊണ്ട് KSTA അജണ്ടയാണ് നടപ്പിലാക്കുന്നു എന്ന് പറയുന്നതിന് ഞാൻ അതിന് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായുള്ള അന്വേഷണവും പരിഷ്കരണവും നടത്താൻ KSTA അല്ലാതെ മറ്റേതൊരു സംഘടനയാണ് തയ്യാറായിട്ടുള്ളത്? എൻ്റെ കയ്യിൽ KSTA തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടാണിത്. ഇതേപോലെ മറ്റ് 36 സംഘടനകൾ കേരളത്തിലുണ്ട്, അധ്യാപക സംഘടനകൾ. 36 സംഘടനകൾ ഏത് രൂപത്തിലുള്ള പഠനമാണ് KSTA അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റി നടത്തിയിട്ടുള്ളത്? പറയട്ടെ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ആധികാരിക രേഖയാണ് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട്. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഒരു സ്ട്രീമിൽ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പ്രൈമറിയുടെ തുടർച്ചയാണ് സെക്കൻഡറിയുടെ തുടർച്ചയാണ് ഹയർ സെക്കൻഡറി എന്നുള്ളൊരു സാമൂഹിക വീക്ഷണമാണ്. രണ്ടാമത്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യം എന്താ? 2009 നാഷണൽ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടിയുടെ അവകാശം, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, നയങ്ങളും പരിപാടികൾ ആവിഷ്കരിക്കാം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്.
അതിനാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ലെങ്കിലും ഇതിന് ഇംപ്ലിമെന്റേഷൻ പ്രശ്നമുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സംശയിക്കുന്ന ആളുകളോട് തിരിച്ചൊറ്റ കാര്യമാണ് പറയാനുള്ളത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾ വലിയ തോതിൽ കൊഴിഞ്ഞുപോയി. അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് 1000-ഓളം സ്കൂളുകൾ പൂട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, കേരളത്തിലെ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് 2 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വന്നു. 2 ലക്ഷം കുട്ടികളെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയ ഒരു എഫർട്ട്, ഒരു വീക്ഷണം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുന്നതിൽ ഒരു അപാകതയും ഉണ്ടാവില്ല. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ഇത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. കാരണം പൊതുസമൂഹം ഇത് ആവശ്യപ്പെടുന്നു. നിങ്ങൾ അത്ര അഡമന്റ് ആയതിനോടൊപ്പം നിൽക്കുകയാണ്. കെ ശിവദാസൻ, ഈ മാറ്റത്തെ കാലികമായ ഒരുപാട് മാറ്റങ്ങളെ സ്വാംശീകരിച്ചു വന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് നമ്മുടേത്. പലപ്പോഴായി നമ്മൾ പഠന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് തർക്കമില്ലാത്ത കാര്യം. ഈ സ്ട്രീമിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും പക്ഷേ ഇത്രയൊരു പുതുമയുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് അനിവാര്യമായ ഒന്ന് എന്ന നിലയിൽ തന്നെയാണോ? കേരളത്തിൽ നടന്നു വരുന്ന വിദ്യാഭ്യാസ പരിവർത്തനങ്ങൾ പലപ്പോഴും സംശയദൃഷ്ടിയോടുകൂടിയാണ് ഒരു വിഭാഗം ആളുകൾ നോക്കിക്കണ്ടത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 12ാം ക്ലാസ് വരെയുള്ള ഒരു സ്ട്രീം എന്ന ആശയം. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ തുടക്കം മുതൽ തന്നെ അതിൽ നിന്ന് വ്യതിചലിച്ചു. ആർ ശങ്കർ എന്ന മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വേറൊരു പ്രീ ഡിഗ്രി ആ തരത്തിലേക്ക് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറുകയും തുടർച്ചയായിട്ട് നമുക്കറിയാം പ്രീ ഡിഗ്രി ബോർഡുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ച, അവസാനം ഹയർ സെക്കൻഡറി എന്നുള്ള സംവിധാനം പ്രത്യേകിച്ച് വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിലും നിലവിൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഴുവൻ കുട്ടികളും ഏതാണ്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ച ആ പ്രവേശനം പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി നമ്മുടെ 2ാം തലമുറ പ്രശ്നമാണ്. കൊഴിഞ്ഞുപോക്കും നമ്മൾ വളരെ കുറച്ച് കൊണ്ടുവന്നു. 2ാം തലമുറ പ്രശ്നമാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പം ഗുണനിലവാരത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പം നിലവിലുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ അത്യാവശ്യ പൊളിച്ചെഴുത്തുകൾ, ഭേദഗതികൾ വേണ്ടിവരും. അത് കൃത്യമായി ലക്ഷ്യം വെക്കേണ്ടത് കുട്ടികളെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹയർ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഏകോപനം മാത്രമൊന്നുമല്ല ഈ കമ്മീഷൻ റിപ്പോർട്ട് മുമ്പോട്ട് വെച്ചത്. പ്രീ പ്രൈമറി മുതലുണ്ട്. പക്ഷേ ചർച്ച ഏറെയും പോകാൻ സാധ്യത ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. ഇതൊക്കെ സ്കൂള് രണ്ടും രണ്ടായി ഇങ്ങനെ പ്രവർത്തിപ്പിച്ച് കഴിയുന്നത് കുട്ടിക്ക് ഗുണകരമാണോ ദോഷമാണോ? അവിടുത്തെ സാധ്യതകളും അവിടുത്തെ ഈ പറഞ്ഞ രൂപത്തിലുള്ള വിഭവവും മറ്റ് വിഭാഗങ്ങൾക്ക് കൂടി, മറ്റു കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഒരു പുനഃസംഘടന വരുമ്പോൾ അതിൻ്റെ പ്രായോഗികത്തെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കാം. അതുകൊണ്ട് ഈ ഒരു പുനഃസംഘടന ഉൾപ്പെടെയുള്ള ഈ നിർദ്ദേശം ശാസ്ത്രീയമാണ് എന്നത് തന്നെയാണ് ഞങ്ങൾ അക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന നിലപാട്. ശ്രീ നിസാർ ചേലേരി, ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനാണ് ഇക്കാര്യത്തിൽ അധ്യാപകർക്കാണ് ഒരു എതിർപ്പുള്ളത്. പരിഷ്കാരവും കാലികമായ ഇടപെടലും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നിൽക്കുന്നത്. അല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഞങ്ങൾ ഒന്നാമതാണ് എന്ന അഭിമാനം കൊണ്ട് വെറുതെ പോകാൻ കഴിയുന്ന നിലയല്ല ഉള്ളതെന്നാണ്. അപ്പോൾ ഒരു പരിഷ്കരണ ഇടപെടൽ സത്യത്തിൽ അനിവാര്യമല്ലേ? ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴും പരിഷ്കരണങ്ങൾ അത്യാവശ്യമാണ്. -2 മുതൽ +2 വരെയുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഡോക്ടർ M.A. ഖാദർ, G. ജ്യോതിചൂഡൻ, ഡോക്ടർ C. രാമകൃഷ്ണൻ എന്നിവരാണ് ആ വിദഗ്ധ സമിതിയുടെ അംഗങ്ങൾ. ഒരു അധ്യാപക സംഘടനയുടെ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ പ്രബലമായ ഒരു അധ്യാപക സംഘടനയുടെ KSTAയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണിത്. അതിൻ്റെ അംഗങ്ങൾ തന്നെയാണ് ഒരു ഗവൺമെൻറ് നിയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയുടെ അംഗങ്ങളും അതിൻ്റെ ചെയർമാനും. എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷനെയാണ് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് വെക്കേണ്ടത്. നിങ്ങളുടെ അലിഗേഷൻ നിങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അന്വേഷണം ആര് നടത്തിയെന്നുള്ള നിൽക്കട്ടെ, അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിനകത്ത് എന്തുകൊണ്ടാണ് ഈ കാലത്ത് പ്രായോഗികമല്ലാത്തത് എന്നതിലേക്ക് വരാമോ താങ്കൾ? ഇതിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഹയർ സെക്കൻഡറി മേഖലയെ പ്രതിനിധീകരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മേഖല, ഇവിടെ കോത്താരി കമ്മീഷനെ സൂചിപ്പിച്ചു, 10+2+3 പാറ്റേണിനെ ഭാഗമായി കേരളത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് അവതരിപ്പിക്കപ്പെട്ടു. അതിനെതിരെ ശക്തമായി -2 മുതൽ +2 വരെയുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സമരവേദിയായി കേരളം മാറി. പിന്നീട് +2 സംവിധാനം പരീക്ഷണാർത്ഥത്തിൽ ചന്ദ്രശേഖർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അത് ആരംഭിക്കുകയും 98-99 കാലയളവിൽ, 2000 കാലയളവിൽ വ്യാപകമായി ബഹുമാന്യനായ PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ കേരളത്തിൽ വ്യാപകമായി +2 നടപ്പിലാക്കപ്പെട്ടു. ആ നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ, ഇന്നിപ്പോൾ 26,700 ഹയർ സെക്കൻഡറി അധ്യാപകരും 9 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു മേഖലയായി മാറി. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ
ഡീഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ടിനെ ഞങ്ങൾ കാണുന്നത്. ഈ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഹയർ സെക്കൻഡറി മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഈ റിപ്പോർട്ടിൽ വരേണ്ടത്. ഈ റിപ്പോർട്ട് ഡീഗ്രേഡേഷൻ എന്ന വാക്ക് താങ്കൾ ഉപയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി കുറയ്ക്കുന്നത് ആയി മാറും ഇത് സ്വാഭാവികമായി ഈ രീതിയിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ. അതങ്ങനെയാണ്, നിങ്ങൾ രണ്ടുപേരും അതിലേക്ക് വരുന്നില്ല. എങ്ങനെയാണ് ക്വാളിറ്റി കുറയ്ക്കുക? ക്വാളിറ്റി കൂട്ടാനുള്ള ലോകത്തെ ആകെ തന്നെ അനുവർത്തിച്ചു പോരുന്ന സിസ്റ്റം എന്താണെന്ന് പഠിക്കുകയും ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ക്വാളിറ്റി കൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. എഡ്യൂക്കേഷനിലും ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ എന്തിനാണ് 1:30 അല്ലെങ്കിൽ 1:35 എന്ന് LP സ്കൂളുകളിൽ പാർട്ടി ആക്ടിൽ കൃത്യമായിട്ട് പ്രവചിക്കുന്നു, പറയുന്നു 1:30 LP വിഭാഗത്തിൽ, UP 35 വേണം. ഹയർ സെക്കൻഡറിയിൽ ലബ്ബ കമ്മീഷൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലബ്ബ കമ്മീഷൻ വന്നു. ലബ്ബ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സ്ട്രെങ്ത് 40 ചുരുക്കണം. ഇന്ന് ഹയർ സെക്കൻഡറി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ക്ലാസ്സിൽ, രാധാകൃഷ്ണ മാഷ്ക്ക് അറിയാലോ, എൻ്റെ ക്ലാസ്സിൽ 65 കുട്ടികളാണ്. ഇനി സ്പോർട്സ് കോട്ട മറ്റ് ആനുകൂല്യങ്ങൾ സ്പെഷ്യൽ ഓർഡർ ആയിട്ട് വരുന്ന കുട്ടികൾ വേറെ 68 കുട്ടികൾ വരെ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് റൂമിലുണ്ട്. എങ്ങനെയാണ് ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ? അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ വരേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? നോക്കൂ, അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പറയുന്നത് ക്വാളിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങൾ കേവലമായി ഈഗോ ആയി കാണുകയാണോ, അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു സീരിയസ് ആയ പ്രശ്നമുണ്ടെന്നാണോ? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയ മികവുറ്റതാക്കുക എന്നതാണ് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട്. ഈ കമ്മീഷൻ ചർച്ചയ്ക്ക് ക്ഷണിച്ച സമയത്ത് തന്നെ KPSCയെ സംസ്ഥാന തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഒരു പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്ത ചില നിർദ്ദേശങ്ങളൊക്കെ ഈ കമ്മീഷൻ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതേ സമയത്ത് തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഒരു ലക്ഷ്യത്തെക്കാൾ ഉപരി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള ഘടനയും അതിൻ്റെ ഭരണ സംവിധാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് ഈ 9 പേജ്, നമുക്കിപ്പോൾ ലഭ്യമായ 9 പേജ് റിപ്പോർട്ടിൻ്റെ പ്രധാന പേജുകൾ മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഘടനയും ഭരണ സംവിധാനവും മാറ്റം വരുത്താനാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും അതിൽ കാണാൻ നമുക്ക് കഴിയുന്നില്ല. പ്രശ്നങ്ങളുള്ള മേഖലകളുണ്ട്. ഈ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത്തരമൊരു ഗുണമേന്മ, അത്തരമൊരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ KPSC കൈപ്രയത്നമില്ല. പക്ഷേ കുട്ടികളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ 4 മേഖലകളുടെയും അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഭാവിയിൽ അവർക്കുള്ള സേവന വേതന കാര്യങ്ങളിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം. അതായത് അധികാര കേന്ദ്രങ്ങളുടെ പുനഃസ്ഥാപനമല്ലാതെ ക്വാളിറ്റേറ്റീവായി എന്ത് മാറ്റം ഉണ്ടാക്കാമെന്നതിനെ ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ്. ഇല്ലില്ല, അതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. രാധാകൃഷ്ണൻ, നോക്കൂ, 2014 സെപ്റ്റംബറിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഉണ്ടാവുകയും ആ കോടതി അക്കാര്യത്തിൽ പറഞ്ഞ ഒരു തീർപ്പ് ഈ സ്കൂൾ ഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുക ഇപ്പോൾ അസാധ്യമാണ്, അത് മൊത്തത്തിലുള്ള ക്വാളിറ്റിയെ ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് 4ാം ക്ലാസ്സും 5 കൂടി ചേർക്കണം, UPയുടെ കൂടെ 8ാം ക്ലാസ് കൂടി ചേർക്കണം, അങ്ങനെ ഘടനാപരമായ മാറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഹർജിയാണ് ഒരു നിലയ്ക്കും ഗുണപരമായി അത് ഭവിക്കില്ല എന്ന് കണ്ട് കോടതി നിരാകരിക്കുന്നത്. അത്ര ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് സർക്കാരും സ്വീകരിച്ച സമീപനം ആ ഘടനാമാറ്റത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൂടി നോക്കിക്കാണേണ്ടത്. KPSCയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇതിൽ അക്കാഡമിക് രംഗത്ത് ഗുണപരമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ KPSC പിന്തുണയ്ക്കുമെന്നുള്ളത് ആ തരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാം. അപ്പം വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് എന്താ ചെയ്യുക? ഒരു സുഹൃത്ത് പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ചില വിഷയങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാട്, കരിക്കുലം, പാഠ്യപദ്ധതി, അതിൻ്റെ മെത്തഡോളജി, ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള സമഗ്രമായുള്ളൊരു നിലപാടും കാഴ്ചപ്പാടും ഉണ്ടാവണം. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തക പരിഷ്കരണത്തിലും ഈ അവസാനം അധ്യാപക പരിശീലനത്തിലും വരെ എത്തി നിൽക്കുന്നത്. അതല്ലാതെ അതൊരു കേവല ഡീസെൻട്രലൈസേഷൻ്റെ വിഷയമല്ല. വേണമെങ്കിൽ വാദത്തിന് ഞാൻ സമ്മതിക്കാം. വിപുലമായുള്ള ആരോഗ്യപരമായുള്ള ചർച്ചകൾ ആ മേഖലയിൽ ആവശ്യമാണ്. SCRTയും മുന്നോട്ട് വെക്കുന്ന നിലപാട് തന്നെയാണ്. ഇതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന ചർച്ച ആവശ്യമാണ്. അത് നടത്തുന്നത് തന്നെയാണ് എന്നാണ് KSTയുടെ നിലപാട്. അത് ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വിവിധ ഘടകങ്ങളിൽ ഉള്ള ആളുകളുടെ, അധ്യാപകരുടെ വിഷയമാണ്.
ഞാൻ ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരതാണ് സ്കൂൾ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രധാന ഉത്തരം കുട്ടികളുടേതാണ്. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പരിഷ്കാരമാണ് ഇത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് അവന് സ്കൂളിൻ്റെ വിഭവങ്ങൾ, അത് ക്ലാസ് മുറികളാകട്ടെ, ലൈബ്രറികൾ, ലബോറട്ടറികൾ, ഈവൻ ടോയ്ലറ്റ് വരെയുള്ള വിഭവങ്ങൾ, അതെല്ലാ കുട്ടികൾക്കും ഇന്ന് ലഭ്യമാണോ? ഇന്ന് ഹയർ സെക്കൻഡറി കുട്ടിക്കും ഹൈസ്കൂൾ കുട്ടിക്കും ആ വിഭവങ്ങൾ എല്ലാം ലഭ്യമല്ല. ഭരണപരമായുള്ള ചില വിഷയങ്ങളുണ്ട്. HM-ലാണ് അതെല്ലാം തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നിയമപരമായി. അപ്പോൾ ആ സ്കൂളിലെ മൊത്തം വിഭവങ്ങൾ 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് ലഭ്യമാകണം. ഗുണം മെച്ചപ്പെടില്ലേ? ഇല്ല, അതിനൊക്കെ സത്യത്തിൽ വളരെ ചെറിയ ഇടപെടൽ കൊണ്ട് ഞാൻ പറയാം, സാധ്യമാകുന്ന അതിനപ്പുറത്ത് പ്രശ്നമല്ലേ? ഞാൻ ഇതിന് സ്കൂൾ ഘടനാ മാറ്റവും അതും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് കണക്ട് അത് ഞാൻ ചെയ്യുന്നത്? പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് സ്കൂളുകളിൽ അതാണ് ഒരു പ്രശ്നമുള്ളത്. ഹയർ സെക്കൻഡറിയിലെ കുട്ടി ഹൈസ്കൂളിലെ സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ പറ്റില്ല, ലാബിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭരണപരമായി ആ തരത്തിൽ വരണം. അത് പരിഹരിക്കാൻ ഇങ്ങനെ ഒരു വലിയ മാറ്റം വേണമെന്നാണോ ഈ കമ്മീഷൻ പറയുന്നത്? അല്ല, അത് മാത്രമല്ല ഞാൻ പറയാം, ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. ഇന്ന് ഈ സ്കൂൾ കുട്ടികളുടെ ഇൻറ്ററാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പ്രീ ഡിഗ്രി പഠിച്ച ആളുകളാണ്. ആ സമയത്ത് കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ്റെ വലിയൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇന്ന് കമ്പാർട്ട്മെൻറ്റാണ്. ഹയർ സെക്കൻഡറി കുട്ടി ഇങ്ങോട്ടേക്കില്ല, ഹൈസ്കൂൾ കുട്ടി അങ്ങോട്ടേക്കില്ല. ഓക്കെ. കൊണ്ടും കൊടുത്തും നൽകിയും സ്വീകരിച്ചും വളരുന്ന ഒരു സോഷ്യലൈസേഷൻ അന്തരീക്ഷം നിർഭാഗ്യവശാൽ ഇന്നില്ല. അത് തടസ്സപ്പെട്ടിരിക്കുന്നു. അധ്യാപകരുടെ കാര്യത്തിലേക്ക് വന്നു. ഹൈസ്കൂളിൽ, പ്രൈമറി, ഹയർ സെക്കൻഡറിയിൽ പ്രതിഭാധനരായ ഒരുപാട് അധ്യാപകരില്ലേ? ഇന്നത്തെ ആധുനിക മെത്തഡോളജി എന്താണ്? ഇന്റർ ഡിസിപ്ലിനറിയാണ്. അധ്യാപകന്റെ എല്ലാ കഴിവുകളും ആ സ്കൂളിൽ ഓരോ മേഖലയിൽ തടച്ചിടേണ്ടതാണോ? അപ്പൊ ഈ റിപ്പോർട്ട് നടപ്പിലായാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അക്കാദമിക് രംഗത്ത് റിസോഴ്സസ് എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ അതിനാണ് ഇവർക്ക് പേടിയെന്ന് തോന്നുന്നു. അല്ല, അതിലുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഊന്നി പറയുന്നത്, വിദ്യാർത്ഥിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ ഈ റിപ്പോർട്ട് സ്വീകരിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. എന്നാൽ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അധ്യാപകരുടെ പക്ഷത്ത് അതല്ലെങ്കിൽ ഭരണപരമായുള്ള പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. ഇവിടെ അധ്യാപകരുടെ പക്ഷത്ത് നിന്ന് നോക്കിയാലും വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് നോക്കിയാലും ഈ റിപ്പോർട്ടിൽ ഒരുപാട് അപാകതകളുണ്ട്. ഞങ്ങൾ ഈ വിഷയം പറയുമ്പോൾ, ടീച്ചേഴ്സ് ഈ വിഷയം പറയുമ്പോൾ, അത് അധ്യാപകരുടെ ഒരു വിഷയമായി ചുരുക്കി കെട്ടാനുള്ള ബോധപൂർവമായൊരു ശ്രമമുണ്ട്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഞാൻ. ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭൗതിക നിലവാരമോ അല്ല ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക്. അതിന് താഴേക്ക് പോകുമ്പോൾ അങ്ങനെയാണ്. ഇവരെയൊക്കെ ഒന്നിച്ചിരുത്തി ഒരു ലാബ്, ഒരു ലൈബ്രറി, ഒരു ചട്ടക്കൂട് എന്നുള്ള നിലവാരം അത് സ്വീകാര്യമല്ല. അതൊരു അപ്രായോഗികമായ കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോയ റിപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഈ റിപ്പോർട്ടിൽ ആദ്യം ചർച്ചയ്ക്ക് തയ്യാറായ ഈ കേരള സഭയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതേസമയത്ത് എനിക്ക് അറിയാത്തൊരു കാര്യം, ഈ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞങ്ങൾ ഇതുവരെ പഠിച്ച 1 മുതൽ 10 വരെയാണ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം സ്പെഷ്യലൈസ് ചെയ്ത് പോവുകയാണ്. ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് എന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ എങ്ങനെ ഇതിനെ ഒരു കുടക്കീഴിൽ കെട്ടാൻ സാധിക്കുമെന്ന് എത്ര ചിന്തിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ മിക്സ് ചെയ്യുക വഴി അതിന്റെ ഒരു ഗൗരവ ചോർച്ച ഉണ്ടാകുമെന്ന് ഈ ഒരു വാദം കേൾക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള ഒരു തെറ്റിദ്ധാരണ, ഇതിന്റെ ഭാഗമായിട്ട് 12-ാം ക്ലാസ്സിലോ 11-ാം ക്ലാസ്സിലെ കുട്ടികളെ നാളെ പിടിച്ചുകൊണ്ട് വന്ന് 10-ാം ക്ലാസ് കൊണ്ടുപോയി ഇരുത്തുന്നതാണ്. അങ്ങനെയല്ല. ഇല്ല, ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ് ഏകോപനം വരുന്നത്. ഒരു സ്ഥാപനത്തിന് 2 മേലധികാരി. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും ആ സ്ഥാപനത്തിന്റെ അവസ്ഥ? ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ വേറൊരു തരത്തിലാണ്. സ്കൂളിന്റെ മൊത്തം സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഒരു മേലധികാരി വരുന്നു. ഒരു വ്യക്തത. അതായത് മേലധികാരികളുടെ മാറ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹയർ സെക്കൻഡറി അധ്യാപകന്റെ റിസോഴ്സസ് എന്ന് പറയുന്ന സാധനം ഹൈസ്കൂൾ ഉപയോഗിക്കേണ്ടി വരില്ല. ഒരു മേലധികാരി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മേലധികാരിക്ക് ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. വിഭവങ്ങൾ പരമാവധി സ്കൂളിന് പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കുക, അധ്യാപകരടക്കം. തീർച്ചയായിട്ടും അധ്യാപകർ ഹയർ സെക്കൻഡറി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കിടക്കുകയാണ്. അവർക്ക് ഇന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് മറ്റു കുട്ടികൾക്ക് കൂടി വേണ്ടി സഹായം കൊടുക്കാൻ കഴിയും. അതിനെ വിനിയോഗിക്കുക. ഹയർ സെക്കൻഡറിയിലെ മറ്റ് സൗകര്യങ്ങൾ ഇങ്ങോട്ട് ഉപയോഗിക്കുക, ഇവിടുത്തെ സൗകര്യങ്ങൾ, അങ്ങനെ ഒരൊറ്റ യൂണിറ്റായിട്ട് കാര്യങ്ങൾ വരിക. ഒരു സ്ഥാപനത്തിന് ഒരു തലവൻ. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം തോന്നുന്നു അല്ലേ? ഈ പറയുന്ന താഴെയും പോയി പഠിപ്പിക്കേണ്ടി വരും എന്നുള്ള, കൂടുതൽ ഉപയോഗപ്പെടുത്തും എന്നുള്ള പ്രശ്നമായിരിക്കും. തീർച്ചയായിട്ടും ആ വേവലാതി ഉണ്ടാവാം. നമ്മളതൊക്കെ പോസിറ്റീവായിട്ട് കാണാനാണ് പരമാവധി. അതാണ് നേരത്തെ തുടക്കത്തിൽ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പലരും മുജീബ് റഹ്മാൻ, 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ?
ഈ പറയുന്ന ഇതൊക്കെ എത്ര സിമ്പിളാണ്. എനിക്ക് വളരെ നന്ദി പറയാനുള്ളത് ഈ രാധാകൃഷ്ണ മാഷോടാണ്. പക്ഷെ 2 കാര്യം സംഭവിച്ചു. ഒന്ന്, ഇതിനകത്ത് വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഒരു ജനാധിപതി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. പക്ഷേ ജനാധിപത്യവൽക്കരണം. അവരെ വിളിച്ച് ചർച്ച നടത്തി അവർ അല്ല, നമ്മളോട് പറഞ്ഞു, നമ്മളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട് പറയുന്ന അപാകതകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. ആ നിർദ്ദേശം കൊടുത്തു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. HSST ഉൾപ്പെടെയുള്ളവർ കൊടുത്തതാണ്. പക്ഷേ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണമാണ്. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മാഷ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്ന്. രണ്ടാമത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളൊരു മാറ്റം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഗുണകരമായ വിദ്യാർത്ഥികളും പൊതുസമൂഹവും എല്ലാം കാണുന്ന മേഖല ഹയർ സെക്കൻഡറി മേഖലയാണ്. നിങ്ങൾ നോക്കൂ, ഹയർ സെക്കൻഡറി മേഖലയിൽ ഒരു ക്ലാസ് റൂമിൽ നേരെ സൂചിപ്പിച്ച 65 68 കുട്ടികളാണ്. അങ്ങനെ കുട്ടികൾ ഇരുത്തിയിട്ട് പോലും കുട്ടികൾ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം അഡ്മിഷൻ കിട്ടാതെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് CBSE ഉൾപ്പെടെ ICSE ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കുട്ടികൾ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല സെലക്ട് ചെയ്യുന്നു. അത് അവിടെ നിലനിൽക്കുന്ന ക്വാളിറ്റിയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ KPSTയുടെ അതിന് പ്രതികരിക്കുന്നതാണ്. കാരണം ഹയർ സെക്കൻഡറി നല്ല എഫിഷ്യൻ്റായ ടീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവരെ ഞങ്ങൾ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൈസ്കൂളിൽ ഇത്തരം എഫിഷ്യൻസികൾ ഇല്ലാത്ത കുറേ ആളുകളുണ്ട് എന്നതന്നെയാണ്. അക്കാദമിക നിലവാരത്തിൽ കുട്ടിയുടെ സംരക്ഷണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കലാണ്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കണമെന്നും മറ്റ് പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കുകയാണ്. അധ്യാപകരുടെ ഓവർലോഡും കുറയ്ക്കണം. ഓവർലോഡ് കുറയ്ക്കണം. ഈ 10ാം ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഓവർലോഡാണ്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത നില വരും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ളത് PG ക്വാളിഫൈഡ് ആയ ഒരു കാറ്റഗറിയാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. നേരത്തെ ഇവരുടെ ഈ ആജന്മ ശത്രുവാണ് പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിനെ അത് വെട്ടി ഹയർ സെക്കൻഡറി ഉണ്ടാക്കി. നേരത്തെ ഹയർ സെക്കൻഡറിൻ്റെ അകത്ത് പെയർ റിവിഷൻ വന്ന സമയത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞു, അത് കുറച്ച് കളഞ്ഞു. ഇപ്പോൾ HM-ഉം ഹയർ സെക്കൻഡറി ടീച്ചേഴ്സും ഈക്വലാണ്. അത് അന്ന് കുറച്ചു, പിന്നീട് അനോമലി വെച്ച് പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ഹയറാണ് പ്രശ്നം. ഇവിടെ LP സെക്കൻഡറി നിങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കൂ. റിപ്പോർട്ടിനകത്ത് സെക്കൻഡറി തലത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബഹുദൂരം മുന്നിലാണ് പഠന തുടർച്ചയുടെ കാര്യത്തിലും എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിലും എന്ന് ഈ റിപ്പോർട്ട് പറയുകയാണ്. അങ്ങനെ നിലവിൽ ഏറ്റവും ഗുണകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ എന്ത് പ്രശ്നമാണ് ഇവിടെയുള്ളത്? ഏറ്റവും നൂതനമായ സംവിധാനം ഇന്ന് കേരളത്തിലെ ഹൈസ്കൂളുകളുടെ സംവിധാനത്തിലുണ്ട്. ക്ലാസ് മുറികൾ സ്മാർട്ടാണ്. ഏത് തരത്തിലും അവിടെയുള്ള എക്സ്പെരിമെന്റുകൾ കാണിച്ചു കൊടുക്കുക. പ്രായോഗികമായി അതിന്റെ ലയനം സാധ്യമല്ല എന്നാണ് താങ്കൾ അക്കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. 1ാം തലമുറ പ്രശ്നം കൈകാര്യം ചെയ്തതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആക്സസിബിലിറ്റി. 2ാം തലമുറ പ്രശ്നമായിട്ടുള്ള ക്വാളിറ്റിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 1ാം തലമുറ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും 11ാം ക്ലാസ്സിലേക്ക് സർക്കാർ തലത്തിലുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലോ പഠിക്കാനുള്ള നിലവിലുള്ള സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ 1ാം തലമുറ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നിട്ടാണ് 2ാം തലമുറ പ്രശ്നമായിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് അവർ ഊന്നും എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 1ാം തലമുറ പ്രശ്നം പരിഹരിക്കപ്പെടണം, അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 2005 നമ്മുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 9ാം ക്ലാസ് മുതലാണ് സ്പെഷ്യലൈസേഷൻ. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അവിടെ രൂപപ്പെടുത്തി. അവിടെയും പറയുന്നത് 9ാം ക്ലാസ് മുതൽ സ്പെഷ്യലൈസേഷൻ വിദ്യാഭ്യാസം ആരംഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് വെച്ചിട്ടുള്ള ഈ ഘടനാമാറ്റത്തിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു യൂണിറ്റാക്കി മാറ്റിയിരിക്കപ്പെട്ടിരിക്കുക. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ആക്കിയത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്നാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയോ അതിന് ചുവട് പിടിച്ചുകൊണ്ട് കേരള കരിക്കുലം ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയോ ആണ് മാറ്റങ്ങൾ നിശ്ചയിക്കപ്പെടേണ്ടത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ LP തലത്തിൽ ഇവർ പറയുന്നത് ബിരുദം ഒരു യോഗ്യതയായിട്ട് നിശ്ചയിക്കണം. കേരളത്തിൽ ഇപ്പം LP സ്കൂളുകളിൽ എന്താ നടക്കുന്നത്? LP സ്കൂളുകളിൽ ഒരു സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ബിരുദധാരി വന്നു കഴിഞ്ഞാൽ അവിടെ സയൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അവിടെ അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും അതിനുള്ള അത്തരം കണ്ടന്റുകളായിട്ടുള്ള കോഴ്സുകൾ അവിടെ ആരംഭിക്കണം. അത് നിലവിൽ ഇപ്പോഴുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളുണ്ട്. അതിന് ബിരുദം യോഗ്യതയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യലൈസേഷൻ അവിടെ ആരംഭിക്കുന്നില്ല. അവിടെ ആ തരത്തിലുള്ള ഒരു കോഴ്സാണ് അവിടത്തേക്ക് ആരംഭിക്കേണ്ടത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം അത് മികച്ചൊരു ക്വാളിറ്റി ആണെങ്കിൽ തന്നെ താഴെത്തട്ടിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സവിശേഷമായ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. ആ പ്രശ്നത്തെ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല ഈ റിപ്പോർട്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? അത് ഞാൻ പറയാം. അതിനിടയിൽ 1-2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ വിദ്യാഭ്യാസ കമ്മീഷനിൽ അപാകതയുണ്ട് എന്ന് KSTയുടെ പ്രതിനിധി പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്. ഞാൻ പറഞ്ഞത്
നമുക്ക് ഒരു സംവാദത്തിൻ്റെ മേഖലയിലേക്ക് ഇത് കൊണ്ടുപോകാം. രണ്ടാമത്തെ ഒരു വിഷയം എൻ്റെ സുഹൃത്ത് ആലിക്കുട്ടി മാഷ് ചോദിച്ചൊരു കാര്യമാണ്. ഈ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് വരെയാണ് എന്നുള്ളത്. 14 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയെയാണ് വിദ്യാർത്ഥി എന്ന് UN ഒരു കാലത്ത് നിർദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരുന്നത്. ഇന്നത് മാറി 18 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയെ വിദ്യാർത്ഥി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ അടിസ്ഥാന യോഗ്യതയും 12ാം ക്ലാസ്സിലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തന്നെയാണ് നിലനിൽക്കേണ്ടത്. ഓക്കെ, അത് ലോകഗതിക്കൊപ്പോൾ നമ്മുടെ ചലനം എന്നാണ്. നേരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ഹയർ ആണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ്. ലോവർ പ്രശ്നം ഇവർക്കുണ്ടോ? ഇവിടെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അറിഞ്ഞോ അറിയാതെ പറഞ്ഞ് ഉപയോഗിക്കപ്പെടുന്ന ചില വാക്കുകളാണ് കാറ്റഗറി. എങ്ങനെയാണ് അധ്യാപകൻ കാറ്റഗറിക്കാരനാകുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ടീച്ചറാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി മാഷുമാർ വേറെ, പ്രൈമറി മാഷുമാർ വേറെ, സെക്കൻഡറി മാഷുമാർ വേറെ, അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? വിഷയം അക്കാദമിക്കായിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണോ, അധ്യാപകൻ അങ്ങനെ മാറണോ, അല്ലാതെ കാറ്റഗറി ഒന്നല്ല. കേരള സമിറ്റിലൊരു ഇടവേള. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ പരിഷ്കാരത്തിന് സ്ട്രീമുകളുടെ മാറ്റം അനിവാര്യമാണ് എന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. ഇത് എന്തുമാത്രം വലിയ പ്രത്യാഘാതങ്ങളും ഗുണപരമായ മാറ്റങ്ങളും സ്കൂൾ വിദ്യാഭ്യാസ ഘടനയിൽ ഉണ്ടാക്കുമെന്ന് പരിശോധിക്കുകയാണ് കേരള സമിറ്റ് ഇന്ന്. വീണ്ടും സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ അജിത് കുമാർ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ക്വാളിറ്റി റീഡെഫിനിഷൻ ഉണ്ടല്ലോ, അതായത് ഇനിയിപ്പോൾ ഇത് പുനരാവിഷ്കരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ക്വാളിറ്റി മാറ്റി മാറ്റി നിർണ്ണയിക്കപ്പെടണമെന്ന് കൂടി റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ. അത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്, നടപ്പിലാക്കാൻ കഴിയാത്ത പ്രശ്നം അതിനകത്തുണ്ടോ? നിലവിൽ 2 തരത്തിൽ വിഷയം വരും. ഒന്ന്, പ്രായോഗികമായി ഇന്ന് കേരളത്തിൽ 1.25 ലക്ഷത്തോളം അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ആ അധ്യാപകർ മുഴുവനും തൊട്ടടുത്തൊരു ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തിനകം അധിക യോഗ്യത നേടണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നല്ലേ? നിലനിർത്തി ആളുകളെ ബാധിക്കാതെ അത് 10 വർഷത്തിനകം സാവകാശം അങ്ങനെയല്ലേ? ഇല്ല സാർ, അങ്ങനെ 10 വർഷത്തിനിടയിൽ പുതിയ യോഗ്യതകൾ നേടണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് നിലവിലുള്ള ആളുകൾ, അതിൽ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറയും സാർ, ഇതിൻ്റെ സ്ട്രക്ചറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സ്ട്രക്ചറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത യോഗ്യതയിലേക്ക്, ഈ യോഗ്യത പറഞ്ഞത് തന്നെ വളരെ ബോധപൂർവ്വമാണ്. ആ ബോധപൂർവമായി പറയുന്നത് എന്തുകൊണ്ടാണ്? നിലവിലുള്ളൊരു സിസ്റ്റമുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന്. സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ. ആ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് എത്തുന്ന സമയത്തും ജില്ലാടിസ്ഥാനത്തിലും ഈ 3 തലത്തിലും ഉപഡയറക്ടർമാർ വരുന്നുണ്ട്. ഇപ്പോൾ ആ സംവിധാനങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു ഡയറക്ടറിൽ കേന്ദ്രീകരിക്കുക. ജില്ലയിലെത്തുമ്പോൾ ഒരു ജോയിൻറ്റ് ഡയറക്ടർ മാത്രമായി മാറുകയാണ് സർ. അത് കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ നിലവിലുള്ള DO സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ AEOയ്ക്ക് പകരമായി SEO എന്ന് പറയുന്നൊരു തസ്തിക സൃഷ്ടിക്കുക. സ്വാഭാവികമായും SEOയുടെ കീഴിലേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴത്തെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളുകളും അടക്കം SEOയുടെ കീഴിലേക്ക് വരും. അങ്ങനെ കീഴിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഈ SEO നിയമനത്തിന് ഹയർ സെക്കൻഡറിയിലെ ഒരു അധ്യാപകനാണ് പ്രൊമോഷൻ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിലവിൽ ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുത്തിരുന്ന സംവിധാനങ്ങൾ പാടെ ഇല്ലാതായി പോകും. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു ഹയർ ബിരുദവും ബിരുദാനന്തര ബിരുദവും നിശ്ചിത യോഗ്യയാക്കി മാറ്റിയെങ്കിൽ മാത്രമേ അത്ര പ്രൊമോഷൻ തസ്തിക നടത്താൻ കഴിയുള്ളൂ. ആ നടത്തുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമാണ് ഇത്ര ദിവസത്തിനുള്ളിൽ നേടണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു എഫക്റ്റ് വരുന്നത് എങ്ങനെയാണ്? നിലവിലുള്ള സംവിധാനത്തിൽ നിശ്ചിത യോഗ്യതയോടുകൂടി ഹൈസ്കൂൾ ഹെഡ്മാഷായി പ്രൊമോഷൻ ലഭിക്കാവുന്ന അധ്യാപകർക്ക്, അല്ലെങ്കിൽ AU ആയിട്ട് ലഭിക്കാവുന്ന ആളുകൾക്ക്, നമുക്കറിയാം ഹൈസ്കൂൾ അധ്യാപകരിൽ നിന്ന് പ്രൊമോഷൻ ലഭിച്ച ആളാണ് കേരളത്തിൻ്റെ ADP ആയുള്ള ആളിപ്പോൾ ഇരിക്കുന്നത്. അത്രയും പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇതിലൂടെ വരും. മാത്രവുമല്ല 43 DO ഓഫീസുകൾ, 43 DO തസ്തികകൾ ഇല്ലാതാവുന്ന സ്ഥിതി വരും. ഈ സ്ഥിതി വരുന്ന സമയത്താണ് അധിക യോഗ്യതയുമായി നമ്മളതിനെ കണക്ട് ചെയ്യേണ്ടത്. അധിക യോഗ്യത NCT ആണ് ഇന്ത്യയിലെ, കേരളത്തിലല്ല, ഇന്ത്യയിലെ അധ്യാപകൻ്റെ യോഗ്യത തിട്ടപ്പെടുത്തുന്നത് NCT ആണ്. ആ NCTയുടെ മാനദണ്ഡം അനുസരിച്ച് 5ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി +2വും അതിന് സമാന്തരമായ 2 വർഷത്തെ പരിശീലനവും മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത് ബിരുദവും ബിരുദത്തിനനുസരിച്ച് അധ്യാപന പരിശീലനവും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രായോഗികമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു നോംസിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ഇതിലൊരു പൊളിറ്റിക്കലൈസ് ചെയ്യല്ല. മുൻ ഗവൺമെൻറ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞുകൂടെ 3ാം വർഷത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ NSQF നടപ്പിലാക്കണമെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി തുടർന്നുള്ള വർഷങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് വിദ്യാർത്ഥികളുടെയും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു വലിയ ചർച്ചയിലൂടെ കൊണ്ടുവന്ന് ഒരു വലിയ വിപ്ലവം നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത്
അന്ന് അബ്ദുൾ റബ്ബ് പറഞ്ഞിരുന്ന, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനായ അബ്ദുൾ റബ്ബ് പറഞ്ഞിരുന്ന ആ വാക്കിനെതിരെ സമരം ചെയ്യുകയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സമരത്തിന് നേതൃത്വം നൽകി ഗവൺമെൻറ്റിനെ ആ മുന്നോട്ട് പോകുന്ന പോക്കിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയമസഭയിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് ഇയറിൽ നടപ്പിലാക്കിയ NSQF 66 സ്കൂളിൽ VHSE സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞ വർഷം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ. ആ നടപ്പിലാക്കിയ NSQF-നെ കുറിച്ചാണ് ധനകാര്യമന്ത്രി പറഞ്ഞത് വളരെ നിരാശാജനകമാണ്, ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. മന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് NSQF നടപ്പിലാക്കിയ നിരാശാജനകമാണ് എന്ന് മന്ത്രി പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഇപ്പോഴത്തെ സംവിധാനം നിർത്തിവെക്കാൻ പോവുകയാണ്, മറിച്ച് അത് സെക്കൻഡറിയിൽ ലയിപ്പിക്കണമെന്ന്. വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കിയതെങ്കിൽ ഒരു ചർച്ചയും കൂടാതെ NSQF കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് 5000-ഓളം പോരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തെരുവിലാണുള്ളത്. അധ്യാപക ട്രെയിനിങ്ങിനെ കുറിച്ച് ഞങ്ങൾ കുറേ കാലമായിട്ട് സംഘടനാ ലെവലിൽ നടത്തിയത് പ്രകാരം മിനിയാന്ന് ട്രെയിനിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ തുടങ്ങുക 3 ദിവസത്തെ ട്രെയിനിങ്. ആർക്കെന്നറിയാം, ഒരു വർഷം അവസാനിച്ച് എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച് കുട്ടികളൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എക്സാമിന്. അവരുടെ വർക്ക് എങ്ങനെ വേണമെന്നുള്ള തീരുമാനമായിട്ടില്ല. BSNL-ലുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവരുടെ കേബിൾ വർക്കുമായി ബന്ധപ്പെട്ട ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞൊരു കോഴ്സ് അതിലുണ്ട്. എങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ആ വൊക്കേഷണൽ സ്കിൽ എങ്ങനെ നേടണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇങ്ങനെ ഒരു വർഷം ഈ കുട്ടികൾ ഇപ്പോൾ തേരാപാര നടക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഹയർ സെക്കൻഡറി കൂടെ ഇത് ലയിപ്പിച്ച് അവിടെയും കൂടെ NSQF കൊണ്ടുവരാൻ പോവാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ നിലയ്ക്ക് അബദ്ധമായിരിക്കുമെന്നാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, രാധാകൃഷ്ണൻ മാഷ് പറയേണ്ടായി കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം ചർച്ച വേണ്ടതെന്ന്. ഇങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ കൃത്യമായിട്ട് വീണ്ടും പറയുമ്പോൾ ചില കാര്യങ്ങൾ മൂടി വെക്കാനും മറച്ചു വെക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ചർച്ച വരാമെന്ന് പറയുന്നത്. ഇതിൽ ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം, വളരെ വിചിത്രമായിട്ടുള്ള ചില പ്രൊമോഷനുകളിൽ പറയുന്നുണ്ട്. ഒന്ന്, വൈസ് പ്രിൻസിപ്പൾ എന്നൊരു സ്ഥാനം പറയുന്നുണ്ട്. അത് ഹെഡ് മാസ്റ്ററുടെ പ്രൊമോഷൻ പോസ്റ്റാണ്. അത് വൈസ് പ്രിൻസിപ്പളുടെ തൊട്ട് താഴെയാണ്. ഹെഡ് മാസ്റ്റർ എന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയും BEd-ഉമാണ്. എന്നാൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ PG-യും BEd-ഉം സെറ്റുമാണ്. ഈ ഹയർ സെക്കൻഡറി അധ്യാപകൻ്റെ മുകളിലേക്കാണ് വൈസ് പ്രിൻസിപ്പൾ എന്ന പേരിൽ ഈ ഹെഡ് മാസ്റ്ററെ കൊണ്ടുവരുന്നത്. ഇത് മുമ്പ് ശ്രമിച്ചതാണ്. മുമ്പ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പേ കമ്മീഷൻ വന്ന സമയത്ത് ഹയർ സെക്കൻഡറി അധ്യാപകൻ്റെ ശമ്പളം താഴ്ത്തുകയും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ശമ്പളം മുകളിലാക്കി കൊണ്ടുവരികയും ചെയ്തിരുന്നു. പിന്നീട് അത് അനോമലി പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും ആ സിസ്റ്റത്തിൻ്റെയും ഒക്കെ മുകളിലായിട്ട് സ്ഥാപിക്കാനുള്ള ഒരു ഗൂഢമായിട്ടുള്ള ശ്രമം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടി പറയാം, ഈ നമ്മളെ നാഷണൽ ഫ്രെയിം വർക്ക് ആണെങ്കിൽ യഥാർത്ഥത്തിൽ വരേണ്ടത് UP സ്കൂളിലാണ് 8ാം ക്ലാസ് വരേണ്ടത്. അതേസമയം LP സ്കൂളിലാണ് 5ാം ക്ലാസ് വരേണ്ടത്. ആ സ്ട്രക്ചറാണ് പറഞ്ഞത്. പക്ഷേ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ യാതൊരു മാറ്റം വരുന്നില്ല. പിന്നെ ഹയർ എന്ന വാക്ക് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. സാധാരണഗതിയിൽ HSA എന്നായിരുന്നു പോസ്റ്റിൻ്റെ പേര്, ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്നായിരുന്നു. അപ്പം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡിഗ്നിറ്റി, ടീച്ചർ എന്നറിയപ്പെടണം എന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായി, ഞാനും അതിനെ അനുകൂലിക്കുന്ന ആളാണ്. പിന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അത് ഹൈസ്കൂൾ ടീച്ചർ എന്നാണ്. ആ മാറ്റം വരുത്തുന്ന ആളുകളാണ് പലപ്പോഴും ഈ ഹയർ എന്ന വാക്കിന് പോലും ഒരു അലർജി കാണിച്ചുകൊണ്ട് അത് വെട്ടിയിട്ട് ഇപ്പം ഹയർ അല്ല സെക്കൻഡറി തന്നെയാണ് ഹയർ സെക്കൻഡറി വരെയുള്ള ലെവലുകൾക്ക് പറഞ്ഞിരിക്കുന്ന പേര്. എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ്സിൽ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ആണ്. ഇനിയിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഈ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ആയി പോവോ എന്നൊരു സംശയം കൂടി എനിക്ക്. നിസാർ, ഈ കാര്യത്തിൽ അതായത് വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ കൂടി ഉന്നത വിദ്യാഭ്യാസത്തിലെ അധ്യാപക നിരയിലേക്ക് വരുന്നു. വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ഉന്നത വിദ്യാഭ്യാസം, അതായത് ഹയർ സെക്കൻഡറി മേഖലയിൽ പഠിപ്പിക്കുന്നവരുടെ മുകളിൽ അധികാരികളായി വരുന്നു എന്ന പ്രശ്നം കൂടി, കുട്ടികളെ മാറ്റിയെടുത്താം എന്ന പ്രശ്നം കൂടി ഇതിനകത്തുണ്ടോ? നിങ്ങൾ അങ്ങനെ സീരിയസ് ആയി കാണുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ ഹയർ സെക്കൻഡറിയുടെ സ്ഥാപന മേധാവി ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സ്പെഷ്യൽ റൂൾ നിലവിലുണ്ട്. 12 വർഷം സർവീസുള്ള ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അതിൻ്റെ പ്രിൻസിപ്പളായി വരേണ്ടത്. പിന്നീട് ഹൈസ്കൂളിൽ നിന്ന് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ 6 വർഷം ഹയർ സെക്കൻഡറി സർവീസ് കൂടിയുള്ള ഹൈസ്കൂളിലെ സീനിയറായിട്ടുള്ള അധ്യാപകർക്ക് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് വരാവുന്നതാണ്. അത്തരം ചർച്ചകൾക്കൊന്നും ഇതിൽ യഥാർത്ഥത്തിൽ പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ, ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ മേഖലയെ തളർത്താനുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ IHRD പുറത്തിറക്കിയിട്ടുള്ള ഒരു രേഖ,
രേഖ ഞാൻ പരിശോധിച്ചപ്പോൾ ഇതിൽ കാര്യമായിട്ട് പിന്നെ ഈ റിപ്പോർട്ടിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി സൂചിപ്പിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഹയർ സെക്കൻഡറി സംവിധാനം നിലവിലില്ല. അവിടെ 9, 10, 11, 12 എന്നുള്ള പാറ്റേൺ ആണുള്ളത്. ഇതിൽ തന്നെ RTIയുടെ ലംഘനം ഇതിലുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിൽ ആ ലിസ്റ്റ് പ്രകാരം തന്നെ 14ഓളം സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രീ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കർണാടകയിൽ പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ DPI ഉണ്ട്, DPI നിലവിലുണ്ട്. അതിൻ്റെ കൂടെ പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ 7 RDD ഓഫീസുകൾ ഹയർ സെക്കൻഡറിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ലബ്ബ കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 7 RDD ഓഫീസുകളുണ്ട്. ഈ ഓരോ ജില്ലയിലും ഒരു RDD കേന്ദ്രം കൂടി അനുവദിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറിയെ ശക്തിപ്പെടുത്തുക. മറ്റൊരു നിർദ്ദേശം എനിക്ക് വെക്കാനുള്ളത്, അനന്തമൂർത്തി കമ്മീഷൻ അന്ന് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് പ്രൈമറി ഡയറക്ടറേറ്റ് കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പ്രൈമറി ഡയറക്ടറേറ്റും ഒരു സെക്കൻഡറി ഡയറക്ടറേറ്റും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ വികേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഒരു ജനാധിപത്യ വിരുദ്ധത ഈ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SCERTയിൽ നടന്നിട്ടുള്ള 2013 നടന്നിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, അതുപോലെ തന്നെ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, എല്ലാ വിഭാഗം ആളുകളെയും സംശീകരിച്ചുകൊണ്ടായിരുന്നു, ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം രൂപം നൽകിയിട്ടുള്ളത്. ആ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ പരിഷ്കരിച്ചില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല അത് തയ്യാറാക്കിയത്, എല്ലാ വിഭാഗം ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി പരിഷ്കരണത്തിനാണ് അന്ന് തയ്യാറായിട്ടുള്ളത്. ഇവിടെ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടേ? ഉദാഹരണത്തിന് QIP, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, QIP എടുക്കുന്ന തീരുമാനം, ഹയർ സെക്കൻഡറി സംബന്ധിച്ചെടുക്കുന്ന തീരുമാനം ഹൈസ്കൂൾ സംഘടനകൾ മാത്രമുള്ള ഒരു 8-അംഗ QIP സമിതിയാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി. KSTA അതിലുണ്ട്. KSTA 1 മുതൽ 12 വരെ ഉള്ള ഒരു കമ്മിറ്റി, ഒരു അധ്യാപക സംഘടന എന്നുള്ള നിലക്ക് KSTA അതിലുണ്ട്. എന്നാൽ 4 ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകൾ, അംഗീകൃത അധ്യാപക സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ QIPയിൽ എന്തുകൊണ്ടാണ് ഹയർ സെക്കൻഡറിയുടെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പ്രാതിനിധ്യം വേണ്ടേ? ഈ QIP പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ 14 ജില്ലകളിൽ QIP പ്രോഗ്രാം ഹയർ സെക്കൻഡറി മേഖലയിൽ നടക്കുന്നു, അതിനുള്ള ട്രെയിനിങ് നടക്കുന്നു. അതായത് 50% റിസൾട്ട് കുറഞ്ഞിട്ടുള്ള സ്കൂളുകൾക്ക് QIP പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യാതൊരു ഒരു മേൽനോട്ട, ഹയർ സെക്കൻഡറി അധ്യാപകരുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഇക്കാര്യത്തിലില്ല, ചർച്ചയില്ല. ഈ നാഷണൽ ലെവലിലെ പാറ്റേണിലേക്ക് മാറിയാൽ മാത്രമേ ഫണ്ടുകൾ അനുവദിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിലേക്ക് മാറിയെന്നുള്ളൊരു സെൻറ്റൻസ് രാധാകൃഷ്ണ മാഷ് പറഞ്ഞിരുന്നു. ഫണ്ട് അനുവദിക്കാതിരിക്കാനുള്ള കാരണം രാഷ്ട്രീയമാണ്. ഞാനതിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിന് പ്രിൻസിപ്പാളെ പേര് മാറ്റിയത് കൊണ്ടോ ഈ സ്ട്രക്ചറിൽ മാറ്റി വരുത്തിയത് കൊണ്ടോ ഇനി ഈ സ്ട്രക്ചർ ഈ പുതിയ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നുകൊണ്ടോ കേന്ദ്ര ഗവൺമെൻറ് ഈ SSIയുടെ ഫണ്ട് കൂടുതലായി തരും എന്നുള്ള വിശ്വാസമൊന്നും ഇവിടുത്തെ ജനങ്ങൾക്കില്ല. അതായത് വളരെ ബോധ്യമുള്ള ഈ ജനങ്ങൾക്കൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ലാബിൻ്റെ, ലൈബ്രറിയുടെ ഈ കാര്യങ്ങളൊക്കെ സർക്കാരിന് വെറും ഒരു സർക്കുലർ കൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഈ ലൈബ്രറി ഇനി മുതൽ -2 മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളും ഉപയോഗിച്ചോട്ടെ എന്നൊരു സർക്കുലർ കൊടുത്താൽ പോരെ? അതിന് വേണ്ടിയിട്ടാണോ ഈ സ്ട്രീം മാറ്റം ഉണ്ടായിരുന്നത്? കെ ശിവദാസൻ, ഈ പരിഷ്കാരങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവർ നിരവധിയുണ്ട്. ഇപ്പോൾ DPPയുടെ കാര്യത്തിൽ പോലും വലിയ വിമർശനമുണ്ട്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ നമ്മുടെ സിസ്റ്റത്തെ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന ഒന്നാണെന്ന്. ഇപ്പോൾ പ്രഥം എന്ന് പറയുന്ന ഈ NGO പറയുന്നത് തന്നെ ഒരു കാര്യം, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം ശരിക്കും നോക്കി എഴുതാൻ അറിയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന UPയിൽ പഠിക്കുന്ന കുട്ടികളിൽ 60.7% ആളുകൾക്ക് 3 അക്ക സംഖ്യയോ 1 അക്ക സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം നേരിടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വലിയ ക്വാളിറ്റി അവകാശപ്പെടുമ്പോഴും നിരന്തര പരിഷ്കാരങ്ങൾ ആ നിലയ്ക്ക് അപകടം ഉണ്ടാക്കണം. സർട്ടിഫിക്കറ്റ് ഒരുപാട് പഠന റിപ്പോർട്ട്, ഈ വർഷം വന്നിട്ടുള്ള പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പം 2 ആഴ്ച മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ, അല്ലല്ല, ഞാൻ അതിനെ പൂർണ്ണമായി നെഗറ്റീവ് ആക്കില്ല. ഇതേ സംഘടന നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചും അഷ്വർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിമർശനം പരിഷ്കാരങ്ങൾ കൊണ്ട് ഉണ്ടായതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഏത് മാറ്റവും വിമർശിക്കപ്പെടും ആദ്യഘട്ടത്തിൽ എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണെന്നുള്ളത് 1. 2, എല്ലാ വിഭാഗം ആളുകളും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന ഒരു മേഖല. ഈ വിമർശിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അതിലെ നന്മ നിലനിൽക്കും.
ഒരു പാഠഭാഗം പിൻവലിഞ്ഞു പോയി എന്നതല്ലല്ലോ ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ അന്തസത്തയോ സാംശീകരിക്കപ്പെട്ട ആശയങ്ങളോ പഠന രീതിയോ സംവിധാനങ്ങളോ ഇന്ന് നിലനിൽക്കുന്നില്ലേ? അതാണ് പ്രധാനം. ഒരു പേജ് പറിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ ആ വിമർശനത്തിലൂടെ ചർച്ചകളിലൂടെ സ്വാഭാവികമായിട്ടും ഈ ഏത് പരിഷ്കാരമായാലും മെച്ചപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളതാണ്. വേറെ സദസ്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വൈസ് പ്രിൻസിപ്പാൾ. ഞാനൊരു സർക്കാർ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററാണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അധികം അങ്ങനെ ഈഗോ പ്രശ്നം വരുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരാണ്. ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ മേലെ കയറി നിൽക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് പറയണില്ല. വൈസ് പ്രിൻസിപ്പാൾ എന്ന ചുമതല ഏൽപ്പിക്കുന്ന ആൾ എന്ത് ചെയ്യണം എന്നത് സർക്കാർ നാളെ തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ പ്രിൻസിപ്പാൾ ചെയ്യുന്ന അതേ പണി പ്രിൻസിപ്പാൾ ഒരാഴ്ച ലീവ് എടുക്കുമ്പം ചെയ്യേണ്ടത് ഇദ്ദേഹമാണോ അല്ലയോ എന്നത് ഇനി തീരുമാനത്തിന് വിധേയമാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം ചർച്ചകൾ അതിലേക്ക് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു മനസ്സിലുള്ള തോന്നുന്നൊരു കാര്യം, വൈസ് പ്രിൻസിപ്പൾ എന്ന തസ്തികയിൽ ഹൈസ്കൂൾ HM നിൽക്കുകയാണെങ്കിൽ 10ാം തരം വരെയുള്ള അക്കാദമിക ചുമതല മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയില്ല. നമുക്ക് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ചോദിക്കണം. ഇതേ നിലയ്ക്ക് അംഗീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ താങ്കൾ? ഈ ശുപാർശകൾ ഇതിലെ വലിയൊരു ഭാഗം നിലനിൽക്കും, അംഗീകരിക്കപ്പെടും, സംശയമില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ച 8ാം ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സദസ്സിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട പോലെ 9ാം ക്ലാസ് മുതൽ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ട്രീം തിരഞ്ഞെടുക്കാൻ തൊഴിലധിഷ്ഠിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊഴിലിനെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്. വളരെ നമ്മളെപ്പോഴും ഈ ചർച്ച എപ്പോഴും പോകുന്നത് കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? ഹയർ സെക്കൻഡറി വരുമ്പോൾ മാഷക്ക് എന്ത് സംഭവിക്കും? അതല്ല, വളരെ കൃത്യമായിട്ട് തൊഴിൽ പരിശീലനം കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഇതിൽ ശാസ്ത്രീയമായത് കൊടുക്കണം. കലാരംഗത്ത് ശാസ്ത്രീയമായ കലാപരിശീലനം കൊടുക്കണം, ഇതിലുള്ളതാണ്. ശാസ്ത്രീയമായ കായിക പരിശീലനം കൊടുക്കണം, അതിന് കായികാധ്യാപകരെ നിയമിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാവണം കായികാധ്യാപകൻ, കലാധ്യാപകൻ. ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തന്ത്രപൂർവ്വം വിടുകയും ആകെ കൂടെ ചർച്ച കേന്ദ്രീകരിക്കുന്ന ഹയർ സെക്കൻഡറിക്ക് എന്ത് സംഭവിക്കും? ഹയർ സെക്കൻഡറിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹയർ സെക്കൻഡറി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും വരണമെങ്കിൽ കൃത്യമായിട്ട് ഒരു സർക്കാർ ഉത്തരവൊന്നുമല്ല പ്രധാനം. അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ പ്രിൻസിപ്പാൾ ആയിരിക്കണം അതിന് അധികാരി. അജിത് കുമാർ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ കാര്യത്തിൽ ചില പെർഫെക്ഷൻ ഇഷ്യൂസ് ആണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു വിശാലമായ ഒരു ഡെമോക്രാറ്റിക് സ്വഭാവമുള്ള ചർച്ചയിൽ പരിഹരിച്ചാൽ ഇത് അടിസ്ഥാനപരമായി ശിലാപരമായി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? 4 മേഖലകളുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. അതോടൊപ്പം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും വേണം. നമുക്ക് ഒരു വാക്കിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വിഷയമില്ല. ഹയർ സെക്കൻഡറി എന്നുള്ളതിന് ഹയർ എടുത്തു കളഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാകുന്നത്? സെൻട്രൽ സംവിധാനത്തിൽ സീനിയർ സെക്കൻഡറി എന്നാണ് പ്രയോഗിക്കുന്നത്. അതിലിപ്പോൾ സീനിയറും ഇല്ല, ഹയറും ഇല്ല, ഹയർ പറ്റൂല എന്നൊരു വാശിയുടെ കാര്യമൊന്നും ഇതിനകത്തില്ല സർ. ഒരു ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ കേരളത്തിൽ അത്ര പ്രായോഗികമാവില്ല. അങ്ങനെ പ്രായോഗികമാവാത്തതുകൊണ്ടാണ് 2011 നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ലിഡ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷൻ വെച്ചിരുന്നു. ആ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് കേരളത്തിൽ 14,000-ഓളം ക്ലാസ് ഡിവിഷനുകൾക്ക് മാറ്റമുണ്ടാവുകയും 21,000 അധ്യാപകർക്ക് സ്ഥാനചലനം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരും എന്ന് 2011 ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ 8ാം ക്ലാസ് സ്വാഭാവികമായും UP എടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ വിഷയം ഒരു എളുപ്പത്തിലൊന്നും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ തീർക്കാൻ കഴിയില്ല. അതിൽ ഒരു ശുഭോതർക്കമായ നിർദ്ദേശമാണ് ആ വിഷയത്തിൽ ഖാദർ കമ്മീഷൻ ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം. അങ്ങനെ ഈ ഓരോ ഡയറക്ടറുടെ കീഴിലും പ്രൈമറിക്കും സെക്കൻഡറിക്കും ഹയർ സെക്കൻഡറിക്കും ഓരോ അഡീഷണൽ ഡയറക്ടർ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും SCO ബ്ലോക്ക് തലത്തിലും വെച്ച് പരിഹാര പ്രക്രിയ നടത്തിയെങ്കിൽ ഇതിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഈ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കാവുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങൾ -2 മുതൽ +2 വരെയുള്ള വിദ്യാലയങ്ങൾ ഏകീകരിക്കപ്പെടണം, അത് ഒരു ഘടനയിലും അതിൻ്റെ ഗുണനിലവാരത്തിലെല്ലാം ഒരേ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതായിരിക്കണം എന്ന് അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതിനനുസരിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും പിന്തുണ കൊടുത്തൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന തരത്തിൽ ചർച്ചയ്ക്ക് ശേഷം നടപ്പാക്കുക തന്നെ ചെയ്യണം. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി വിദ്യാലയത്തിലാണ്.
അപ്പോൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം പ്രൈമറി വിദ്യാഭ്യാസത്തിലുള്ള തകരാറും അതിനെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ കാഴ്ചപ്പാടിലും ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ തീർച്ചയായും പ്രൈമറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രൈമറി വിദ്യാലയത്തെ ശാക്തീകരിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസത്തെ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത്. പകരം ഈ മേഖലയെ മുഴുവനായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയരും എന്നത് മൗഢ്യം മാത്രമാണ്. ഓക്കെ, അവസാനമായി സി രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കാനുള്ളത്. ഒന്ന്, ഈ ക്വാളിഫിക്കേഷൻ പ്രശ്നം മറികടക്കുക എന്നത് സങ്കീർണമാണ്. 10 വർഷത്തെ സമയം പറയുമ്പോഴും ഈ നിലവിലുള്ളവർ കൂടി ക്വാളിറ്റി, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആർജിക്കണമെന്നതാണോ അവസ്ഥ? അതിലെ ആശയക്കുഴപ്പം നീക്കണം. മറ്റൊന്ന്, സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുന്ന അവരുടെ പ്രകടന പത്രികയിലുള്ള ഒരു കാര്യം എന്ന നിലയ്ക്ക് ഇത് നടപ്പാക്കപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്, മറ്റെല്ലാ എതിർപ്പുകളും നിരാകരിക്കപ്പെടുമെന്ന്. അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരും. അത് കാലോചിതമായി മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഇത് മുൻകൂട്ടി കാണുന്നു. ഒരു 10 വർഷത്തിനുള്ളിൽ പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കാൻ ഡിഗ്രിയുള്ള അധ്യാപകൻ വേണമെന്നുള്ളത്. അത് സംഭവവും സാധ്യവും തന്നെയാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്ക് സെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ് വന്നിരുന്നു. അന്ന് ഇതേപോലെ വലിയ വിവാദങ്ങൾ വന്നാണ്. സർവീസിലുള്ള ആളുകൾക്ക് സെറ്റ്, ഇനി റിട്ടയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഞങ്ങളാണോ ഇനി സെറ്റ് എടുക്കേണ്ടത് എന്ന് വലിയ വിഷയം വന്നു. ഇപ്പോൾ അത് മേഖലയിൽ ഒരു പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തെ ഒരു വിഷയം നേരത്തെ സൂചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രൈമറി ഡയറക്ടറേറ്റ് എന്നുള്ളത്, ഇതിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹയർ സെക്കൻഡറിൻ്റെ കാര്യങ്ങൾ മാത്രമാണല്ലോ പറയുന്നത്, ഞാനത് പറയുന്നില്ല, എങ്കിലും ഞാൻ പറയാം. ഇപ്പം പ്രിൻസിപ്പൾ കഴിഞ്ഞാൽ ഒരു RDD ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടറുണ്ട്. അതിൻ്റെ ഇടയിൽ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എവിടെയാണ് പറയാനുള്ളത്? അതിനിടയിൽ ഓഫീസുകൾ വേണ്ടേ? ഏകീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈ ഓഫീസ് പേര് മാറിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ DE ഓഫീസ്, DD ഓഫീസ്, ഇങ്ങനെയുള്ള മൊത്തം സംവിധാനങ്ങളെ, സ്കൂളിലെ ഓഫീസ്, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് ഭരണപരമായുള്ളൊരു നേട്ടമല്ലേ? പ്രൊമോഷൻ്റെ വലിയ സാധ്യത വരില്ലേ? പ്രിൻസിപ്പൾ പ്രൊമോഷനായിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫീസറാവുന്നു, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആവുന്നു, അഡീഷണൽ ഡയറക്ടർ ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആവുന്നു. വലിയ സാധ്യത ഹയർ സെക്കൻഡറി വരുന്നില്ലേ? HM വൈസ് പ്രിൻസിപ്പൾ ആവുന്നു. പ്രൊമോഷൻ്റെ അനന്തമായുള്ള സാധ്യതകളാണ്. ഹയർ അല്ല വിഷയം, പൊതുവിദ്യാഭ്യാസ വിഷയം. ശരി, നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടാവേണ്ടത് കാലികവും ശാസ്ത്രീയവുമായ എല്ലാ പരിഷ്കാരങ്ങളെയും പിന്തുണയ്ക്കണം. പക്ഷേ ഏതൊരു പരിഷ്കാരവും എന്തുകൊണ്ട് നടപ്പിലാക്കുന്നുവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. അത്തരമൊരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുക എന്നതും പ്രധാനമാണ്. കേരള സമിതി ഇന്ന് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.